ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ച പാട്ടിലെ ഈ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ്. വാട്ട് ഈസ് മെറ്റാലിക് ലെക്ചർ? മെറ്റാലിക് ലെക്ചർ, മെറ്റാലിക് ലെക്ചർ. വാട്ട് ഈസ് മെറ്റാലിക് ലെക്ചർ? Metals have shining surface. Metals have shining surface. അതാണ് മെറ്റാലിക് ലെക്ചർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് മാലിയബിലിറ്റി? വാട്ട് ഈസ് മാലിയബിലിറ്റി? മാലിയബിൾ എന്ന് പറയില്ലേ, മാലിയബിലിറ്റി. വാട്ട് ഈസ് മാലിയബിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു thin wires. That is ductility. Malleability ഉണ്ട്, ductility ഉണ്ട് കേട്ടോ. What is ductility? What is ductility? Metals can be drawn into thin wires. വളരെ തിന്നായിട്ടുള്ള വയറുകളാക്കാൻ മെറ്റൽസിനെ അടിച്ച് പരത്തി ഹാമർ ചെയ്ത് ആക്കാം. ദാറ്റ് ഈസ് malleability. Ductility. What is malleability? It can be beaten into thin sheets. It can be beaten into thin sheets. അതിനെ അടിച്ച് പരത്തി ഹാമർ ചെയ്ത് ഷീറ്റുകളാക്കാം വിത്ത് ഹാമർ. ദാറ്റ് ഈസ് malleability. So metals are malleable and metals are ductile. മനസ്സിലായില്ലേ? ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നോട്ട് പോസിബിൾ ടു ഗ്രൂപ്പ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. why is it not possible? Why is it not possible to group metals and non-metals on the basis of their physical properties? Physical properties വച്ചിട്ട് മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് ഇത് മെറ്റൽസിൻ്റെ ആണെന്നും കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് ഇത് നോൺ മെറ്റൽസിൻ്റെ ആണെന്നും പറയാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. വൈ? എന്താണ് കാരണം? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വി കനോട്ട് ഗ്രൂപ്പ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൺലി ബിക്കോസ് ദെയർ ആർ മെനി എക്സംഷൻസ് ബോത്ത് ഇൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുമ്പോൾ മെനി ഓപ്ഷൻസ്, ഇത് മെനി എക്സംഷൻസ് ഉണ്ട്. ഒരു പ്രോപ്പർട്ടി ഇന്നതാണെന്ന് പറയുമ്പോൾ ആ പ്രോപ്പർട്ടി ഇല്ലാത്ത വേറൊരു മെറ്റൽ ഉണ്ടാവും, അത് നോൺ മെറ്റൽ ഉണ്ടാവും. അതാണ് ദെയർ ആർ മെനി എക്സംഷൻസ് ബോത്ത് ഇൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഫിസിക്കൽ പ്രോപ്പർട്ടി കോമൺ ആയിട്ടുള്ള മെറ്റലിൻ്റെയോ നോൺ മെറ്റലിൻ്റെയോ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പറയുമ്പോൾ കുറച്ച് എക്സംഷൻസ് വരികയാണ്. എക്സാമ്പിൾസിൽ ഫസ്റ്റ് എക്സാമ്പിൾ, ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് മെർക്കുറി ആർ സോളിഡ്സ്. കണ്ടോ, മെറ്റൽസ് ആർ സോളിഡ്സ് എന്ന് പറയാം. സോളിഡ്സ് ആയവയെല്ലാം മെറ്റൽസ് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ മെർക്കുറി ഈസ് നോട്ട് എ സോളിഡ്. ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് മെർക്കുറി ആർ സോളിഡ്. കണ്ടോ, എക്സെപ്റ്റ് പറയേണ്ടി വന്നു അവിടെ അല്ലേ. ഇനി മെറ്റൽസ് ഹാവ് ജനറലി ഹൈ മെൽറ്റിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്സ്. മെറ്റലിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണെന്നൊരു പ്രോപ്പർട്ടി നമുക്ക് പറയാം. മെറ്റലിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ബട്ട് ഗാലിയം ആൻഡ് സീസിയം ഹാവ് വെരി ലോ ഡെൻസിറ്റീസ്. കണ്ടോ, മെറ്റൽസിൻ്റെ വെരി ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ്. മെറ്റൽസ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്, അതൊരു പ്രോപ്പർട്ടിയാണ്. ബട്ട് ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിൻറ്റ്.
അപ്പോൾ അതും മെറ്റലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. മെറ്റൽസ് ആർ ഹാർഡ് ബട്ട് ആൽക്കലി മെറ്റൽസ് ലൈക്ക് മെറ്റൽസ് ഹാർഡ് ആണെന്നൊരു പ്രോപ്പർട്ടി പറയാം. ബട്ട് ആൽക്കലി മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സോ സോഫ്റ്റ്. പക്ഷേ ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും സോ സോഫ്റ്റ് ആണ് ദാറ്റ് ദേ ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. അതിനൊരു നൈഫ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നോൺ മെറ്റൽസ് ആർ ഡൾ. നോൺ മെറ്റൽസ് ഡള്ളാണെന്ന് പറയാം. ബട്ട് അയോഡിൻ ഈസ് ലെക്ചറസ്. അപ്പോൾ ലെക്ചറസ് ഇല്ലാത്ത നോൺ മെറ്റലാണെന്ന് പറയാമെന്ന് വെച്ചാൽ തെറ്റിപ്പോയി. കാരണം എന്താണ്? അയോഡിൻ നോൺ മെറ്റലാണ്, ലെക്ചറസ് ആണ്. അപ്പോൾ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ലെക്ചറസ് അല്ല, ഡള്ളാണെന്ന് പറയാം. ബട്ട് അയോഡിൻ ഈസ് ലെക്ചറസ്, ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. നോൺ മെറ്റൽസ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നോൺ മെറ്റൽസ് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ബട്ട് കാർബൺ ഇൻ ദി ഫോം ഓഫ് ഗ്രാഫൈറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാഫൈറ്റ് ആണെങ്കിൽ കാർബൺ ഈസ് ഇൻ ദി ഫോം ഓഫ് ഗ്രാഫൈറ്റ്. കാർബണ് പല ഫോം ഉണ്ടല്ലേ. കാർബൺ, ഗ്രാഫൈറ്റ് കാർബണാണ് അല്ലേ, ഡയമണ്ട് കാർബണാണ്. അത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബൺ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും. ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി മോസ്റ്റ് സോളിഡ്സ് നോൺ മെറ്റൽസ് ആർ സോഫ്റ്റ്. നോൺ മെറ്റൽസ് സോളിഡ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് സോഫ്റ്റ് ആണ്. ബട്ട് കാർബൺ ഇൻ ദി ഫോം ഓഫ് ഡയമണ്ട്. പക്ഷെ ഡയമണ്ടും ഒരു നോൺ മെറ്റലാണ്. ഇറ്റ് ഈസ് ആൻ അല്ലോട്രോപ്പി ഓഫ് കാർബൺ. ഈസ് ദി ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്. നാച്ചുറൽ സബ്സ്റ്റൻസിൽ ഏറ്റവും ഹാർഡസ്റ്റും ഒരു നോൺ മെറ്റലാണ്. ഇപ്പോൾ നോൺ മെറ്റലെല്ലാം സോഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരെണ്ണം വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്, കണ്ടോ. അപ്പോൾ എന്താണ് പ്രശ്നം? നമുക്ക് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നോൺ മെറ്റൽ, മെറ്റലിൻ്റെ കോമൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതാണെന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് ഗ്രൂപ്പ്, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇനി എ നോൺ മെറ്റൽ എക്സ് എക്സിസ്റ്റ് ഇൻ 2 ഡിഫറെൻറ്റ് ഫോംസ്. എക്സ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ, അത് 2 ഡിഫറെൻറ്റ് ഫോംസ്, വൈ ആൻഡ് ഇസഡ്. എക്സ് എന്ന് പറയുന്നൊരു ഇറ്റ്സ് എ നോൺ മെറ്റൽ. എക്സ് ഈസ് എ നോൺ മെറ്റൽ. എക്സ് ഈസ് എ നോൺ മെറ്റൽ എക്സിസ്റ്റ് ഇൻ 2 ഡിഫറെൻറ്റ് ഫോംസ്, വൈ ആൻഡ് ഇസഡ്. വൈ ഈസ് ദി ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ്, where Z is a good conductor of electricity. Y is hardest natural substance, but Y conduct electricity. Both are non-metals. Both are X. Both are non-metal X. But X exists in 2 forms of Y and Z. Y is hardest. Z conduct electricity. X ഉം Y ഏതൊക്കെയാണെന്ന് പറയാമോ? Y Z ഉം. Y is diamond. Diamond is the allotropic form of carbon, which is the hardest substance. Z is graphite, which is also an allotropy of carbon, which conduct electricity. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നെയിം ദി മെറ്റൽ വിച്ച് ഹാസ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ക്യാൻ മെൽറ്റ് വിത്ത് ഹീറ്റ് ഓഫ് യുവർ പാം. ഒരു മെറ്റലാണ്. ഇറ്റ്സ് എ മെറ്റൽ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമ്മുടെ കയ്യിൽ വെറുതെ പിടിച്ചാൽ, നമ്മുടെ പാമ്പിൽ വെറുതെ പിടിച്ചാൽ അത് മെൽറ്റ് ചെയ്യും. ഗാലിയത്തിൻ്റെ വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ പാമ്പിൽ പിടിച്ചാൽ തന്നെ അത് മെൽറ്റ് ചെയ്യും. ഗാലിയം. സ്റ്റേറ്റ് 2 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗോൾഡ് വിച്ച് ആർ ഓഫ് എക്സ്ട്രീം യൂസ് ടു ജ്വല്ലേഴ്സ്. ജ്വല്ലേഴ്സിൽ എക്സ്ട്രീമായിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡിൻ്റെ 2 പ്രോപ്പർട്ടീസ് പറയാൻ. നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാനുള്ള കാരണം, അത് യൂസ് ചെയ്യാനുള്ള കാരണം, ഒന്ന് അതിന് ലെക്ചറസ് ഉണ്ടല്ലേ. പിന്നെ എന്താണ്? കൊറോയിഡ് ചെയ്ത് പോവില്ല. ഇവിടെ 2 പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കുന്നത് മാലിയബിലിറ്റിയാണ്. സ്വർണത്തെ അടിച്ച് ഹാമർ ചെയ്ത് വലിയ ഷീറ്റാക്കാം, വളരെ തിന്നായിട്ടുള്ള ഷീറ്റാക്കാം. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി. ഈ ഗോൾഡിനെ
ഹാമർ ചെയ്ത് വലിയ ത്രെഡ് പോലെയാക്കി എടുക്കാം, അല്ലേ? വയറ് പോലെയാക്കി, ലോങ് വയറ് പോലെയാക്കി എടുക്കാം. എന്നിട്ടാണ് കമ്മലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി ആർ ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗോൾഡ് വിച്ച് ആർ ഓഫ് എക്സ്ട്രീം യൂസ് ടു ജ്വല്ലറീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശരിക്കും മെറ്റൽസിൻ്റെ വാട്ട് ആർ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്, മാലിയബിളാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രം മെറ്റലാവില്ല. മെറ്റലിനൊരു ഡെഫിനിഷൻ ഉണ്ട്. മെറ്റൽസ് ആർ ദി എലമെൻറ്റ്സ് which can easily form positive ions by losing electron. കണ്ടോ? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇറ്റ് ക്യാൻ ലോസ് ഇലക്ട്രോൺ ആൻഡ് ചേഞ്ച് ഇറ്റ് ടു പോസിറ്റീവ് അയോൺസ്. ഇപ്പോൾ സോഡിയം ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് Na+ ആവും. മഗ്നീഷ്യം ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ട് Mg+ ആവും. കണ്ടോ? അയൺ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് 2+ ആവാറുണ്ട്. അയൺ 3 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത് 3+ ആവാറുണ്ട്. കണ്ടോ? മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്? മെറ്റൽ എന്ന് പറയുന്നത് ദേ ലോസ് ദിയർ ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. അല്ലെ, കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ മോളിക്യൂളൊക്കെ ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു. ദേ ആർ മെറ്റൽസ്. ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നവയാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എന്ന് പറയാം, മെറ്റൽസ് ആർ ദി എലമെൻറ്റ്സ് വിച്ച് ക്യാൻ ഈസിലി ഫോം പോസിറ്റീവ് അയോൺസ് ബൈ ലോസിങ് ഇലക്ട്രോൺ. അതാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. മഗ്നീഷ്യമാണ് 2+. മഗ്നീഷ്യം ലോസസ് 2 ഇലക്ട്രോൺസ്. അയൺ ക്യാൻ ലോസ് 2 ഇലക്ട്രോൺസ് ഓർ 3 ഇലക്ട്രോൺസ്. കേട്ടോ? അയണ് 2 ഇലക്ട്രോണോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണോ 3 ഇലക്ട്രോണോ ലോസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ? അത് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ വാട്ട് ആർ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആർ ദി എലമെൻറ്റ്സ് വിച്ച് ക്യാൻ ഈസിലി ഫോം പോസിറ്റീവ് അയൺസ് ബൈ ലോസിങ് ഇലക്ട്രോൺ. എക്സാമ്പിൾ മഗ്നീഷ്യം. They are good conductors of heat and electricity. പിന്നെ പറയാം, they are good conductors of heat and electricity, reflect light and have luster. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ലെക്ചർ ഉണ്ട്. എക്സാമ്പിൾ സിൽവറോ കോപ്പർ ഗോൾഡ് എന്നൊക്കെ പറയാം. അതാണ് ശരിക്കും മെറ്റൽസ് ലോസ് ഇലക്ട്രോൺ ആൻഡ് ഫോം പോസിറ്റീവ് അയോൺസ്. അതാണ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇനി നമുക്ക് അടുത്ത ടൈപ്പ് സാധനം പഠിക്കുക. എന്താണ്? നോൺ മെറ്റൽസ് എന്താണ് ചെയ്യുന്നത്? മെറ്റൽസ് ഇലക്ട്രോൺ ലോസ് ചെയ്യുകയാണെങ്കിൽ നോൺ മെറ്റൽസ് എന്ത് ചെയ്യുന്നു? നോൺ മെറ്റൽസ് ആർ എലമെന്റ്സ് വിച്ച് ഫോം നെഗറ്റീവ് അയോൺസ് ബൈ ഗെയിനിങ് ഇലക്ട്രോൺസ്. നോൺ മെറ്റൽസ് ഗെയിൻ ഇലക്ട്രോൺസ് ആൻഡ് ദസ് ഫോംസ് നെഗറ്റീവ് അയോൺസ്. നോൺ മെറ്റൽസ് നെഗറ്റീവ് അയോൺസ് ആകുന്നു. എങ്ങനെ? ഗെയിനിങ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തുകൊണ്ട്, അല്ലേ? ഇപ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് O2- എന്ന് പറയുന്ന നെഗറ്റീവ് അയോണാക്കി മാറാം. നെഗറ്റീവ് അയോണായിട്ട് ചേഞ്ച് ചെയ്യും. ഇനി അതിൻ്റെ കോമൺ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് പറയാം. ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ഡു നോട്ട് റിഫ്ലക്ട് ലൈറ്റ് ആൻഡ് ഹാവ് നോ ലെക്ചർ ഇല്ല എന്ന് പറയാം. എക്സാമ്പിളിന് ഹൈഡ്രജൻ പറയാം, കാർബൺ പറയാം, സിലിക്കൺ പറയാം. ഇതെല്ലാം നോൺ മെറ്റൽസ് ആണ്, അല്ലേ? നോൺ മെറ്റൽസ്. മെറ്റൽസ് എന്താണ്? നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞില്ലേ? നെക്സ്റ്റ് വണ്ണാണ് ഇനി ഹൗ മെനി നോൺ മെറ്റൽസ് ആർ ദെയർ? എത്ര നോൺ മെറ്റൽസ് ഉണ്ടെന്ന്. ഹൗ മെനി ഓഫ് ദം ആർ സോളിഡ്സ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്? അതൊരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റിലുണ്ടോ സംശയമുണ്ട്. 22 നോൺ മെറ്റൽസ് ഉണ്ട്. 22 നോൺ മെറ്റൽസ് ഉണ്ട്. 22 നോൺ മെറ്റൽസ്. അത്
സോളിഡ് ആണെങ്കിൽ സോളിഡ് നോൺ മെറ്റൽസ്, സോളിഡ് നോൺ മെറ്റൽസിനെ കുറിച്ച് ഞാൻ പറയാം. ബോറോൺ എന്ന് പറയുമ്പോൾ സോളിഡ് ആണെന്ന് തോന്നില്ല, അതെ. കാർബൺ, ഫോസ്ഫറസ്, സിലിക്കൺ, ഓഴ്സനിക്, സൾഫർ, അയഡിനൊക്കെ ഇതാണ് സോളിഡ് നോൺ മെറ്റൽസ് ആണ്. ഇനി ഗ്യാസസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഗ്യാസസ്, അത് ഇഷ്ടംമാതിരി പറയാം. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ക്ലോറിൻ, ഹീലിയം, ഓർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. ഇതെല്ലാം ഗ്യാസസ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ്. ദേ ആർ ഗ്യാസസ്. ഇനി അടുത്ത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റലേ ഉള്ളൂ, ദാറ്റ് ഈസ് ബ്രോമിൻ. ലിക്വിഡ് നോൺ മെറ്റൽ ബ്രോമിൻ. ലിക്വിഡ് നോൺ മെറ്റലാണ് ബ്രോമിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡ് നോൺ മെറ്റൽ ഈസ് ബ്രോമിൻ. ഇനി മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന സാധനം, മെറ്റലോയിഡ്സ് എല്ലാം ടെക്സ്റ്റിൽ കണ്ടുപോകണമെന്നില്ല കേട്ടോ. മെറ്റലോയിഡ്സ്, കുറച്ച് മെറ്റലോയിഡ്സിൻ്റെ നെയിം പറയാം. വൈ ആർ ദേ സോ കോൾഡ്? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലോയിഡ്സ് എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. സോ ദേ ആർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് ഷോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ ദേ ആർ കാൾഡ് മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് പറയാമോ? ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി ആർ മെറ്റലോയിഡ്സ്. ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി. ആഴ്സനിക് ആൻഡ് ആൻറ്റിമണി ആർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ്. ഇനി കുറച്ച് മെറ്റൽസിൻ്റെ യൂസസുമായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ് ഈ പാഠം, ഈസിയാണ് ഈ പാഠം. എ മെറ്റൽ ഫോയിൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ഓഫ് സം ഓഫ് ദി മെഡിസിൻ ടാബ്ലറ്റ്സ്. ആ ടാബ്ലറ്റ്സ് ഇല്ലേ, മെഡിസിൻ്റെ ടാബ്ലറ്റ്സ്, ആ ടാബ്ലറ്റ്സ് കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റൽ ഫോയിൽ എന്തിൻ്റെയാണ്? അലൂമിനിയം ഫോയിൽ. അലൂമിനിയം ഫോയിലാണ് നമുക്ക് മെഡിസിൻസിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ വരുന്നത് അല്ലേ, അലൂമിനിയം ഫോയിൽസ്. എ മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഗാൽവനൈസിങ് അയൺ. അയണില്ലേ, അയൺ പെട്ടെന്ന് കൊറോഡ് ചെയ്തു പോകും അല്ലേ, അയൺ എന്ന് പറയുന്നത് കൊറോഡ് ചെയ്തു പോകും. അയൺ കൊറോഡ്, ഇപ്പോൾ സൈക്കിളിൻ്റെ ഹാൻഡിലൊക്കെ കണ്ടിട്ടില്ല, അയൺ കൊറോഡ് ചെയ്ത് പോകാതെ ഗാൽവനൈസ് ചെയ്യുക എന്ന് പറയും. ഗാൽവനൈസിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന്? സിങ്ക്. ഗാൽവനൈസിങ്ങിന് സിങ്കാണ് ഉപയോഗിക്കുക. കേട്ടോ. എ മെറ്റൽ വിച്ച് ഈസ് യൂസ്ഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ മേക്കിംഗ് ഫിലമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബ്, പഴയ ബൾബൊക്കെ ഇല്ലേ, പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലൂറസൻ ബൾബ്, LED ബൾബൊക്കെയാണ്. അതിനു മുമ്പ് ഇൻകാൻഡസൻ ബൾബ്, ഒരു കോയിലൊക്കെ ഉള്ളൊരു ബൾബില്ലായിരുന്നു, ഒരു മഞ്ഞ പ്രകാശമാണ് അതിൻ്റെ. പഴയ വീടുകളിലൊക്കെ കാണും. അതിൻ്റെ ഫിലമെൻറ്റ് ടങ്സ്റ്റൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഫിലമെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ടങ്സ്റ്റൺ. വൈ ഈസ് ടങ്സ്റ്റൺ യൂസ്ഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിലമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ലാംപ്സ്. ഇലക്ട്രിക് ലാംപ്സിൻ്റെ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു മെറ്റലാണ് ഉപയോഗിക്കുന്നത്. വൈ? ടങ്സ്റ്റൺ ഓൺ പാസിംഗ് കറണ്ട് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് ഗ്ലോസ്. ടങ്സ്റ്റൺ ഒരു പ്രോപ്പർട്ടി എന്തുണ്ട്? ടങ്സ്റ്റണിൽ കൂടി കറണ്ട് പാസ് ചെയ്താൽ അത് ഹീറ്റാവും. ഹീറ്റായിട്ട് ലൈറ്റ് വരും. ദേ എമിറ്റ് ലൈറ്റ്. They gloss. Tungsten on passing current gets heated and glows. So we use tungsten as the filament of electric lamps. Why is sodium and potassium stored in kerosene? Sodium, potassium ഒക്കെ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കാരണം എന്താണ്? Sodium and potassium are very reactive metals ആണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ആൻഡ് റിയാക്റ്റീവ് വിത്ത് എയർ ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചറിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യും, അത് കത്തും അല്ലേ, അതിനകത്ത് പുക വരും. അതുകൊണ്ടാണ് സോ ദേ ആർ കെപ്റ്റ് ഇൻ കെറോസിൻ.
കണ്ടോ? വൈ ആർ കോപ്പർ ആൻഡ് അലുമിനിയം വയർ യൂഷ്വലി എംപ്ലോയിഡ് ഫോർ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ. ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വയറുകളുണ്ടല്ലോ, വയറിങ്ങിനുള്ള വയറുകൾ. അപ്പോൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലൂമിനിയം വയർ, കോപ്പർ വയറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വൈ? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈ ആർ ഗോൾഡ് ആൻഡ് സിൽവർ യൂസ്ഡ് ടു മേക്ക് ജ്വല്ലറി. സിൽവറും ഗോൾഡൊക്കെ ജ്വല്ലറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, ജ്വല്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കാരണം എന്താണ്? ഗോൾഡ് ആൻഡ് സിൽവർ ആർ ഹൈലി മാലിയബിൾ ആൻഡ് ടക്റ്റൈൽ ആൻഡ് ഹാവ് ബ്രില്യൻറ്റ് ഷൈനിങ്. നല്ല ഷൈനിങ് ഉണ്ട്, മാലിയബിളാണ്, അതിനെ ഹാമർ ചെയ്ത് ഷീറ്റാക്കാം. ഡക്റ്റൈലാണ്, അതിനെ ഹാമർ ചെയ്ത് എന്താക്കാം? വയേഴ്സാക്കാം, തിൻ വയേഴ്സാക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ജ്വല്ലറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ദേ ഹാവ് ഷൈനിങ് അപ്പിയറൻസ്, നല്ല ഷൈനിങ് ആണ് അതിന്. ഇതൊക്കെ കൊണ്ടാണ് ഇവ എന്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ദേ ആർ യൂസ്ഡ് ടു മേക്ക് എ ജ്വല്ലറി അല്ലേ? യെസ്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. വാട്ട് ആർ മെറ്റൽസ്, വാട്ട് ആർ നോൺ മെറ്റൽസ്, പ്രോപ്പർട്ടീസ്, മെറ്റലോയിഡ്സ്, അതിൻ്റെ യൂസസ് അല്ലേ? എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അകത്തോട്ട് കയറ്റി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒന്നുകൂടി പഠിപ്പിച്ചതാണ് ഞാനിപ്പോൾ കാണുന്നത്. ഓക്കെ.